ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ചൂട് തന്നെയാണ് കേട്ടോ. വെള്ളം കുടിച്ച് കുടിച്ച് വിശക്കേടായി. അപ്പോൾ ഞാനൊരു തണ്ണിമത്തൻ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ തണ്ണിമത്തൻ വാങ്ങിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് സിമ്പിളായിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത് വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ആ തണ്ണിമത്തൻ നുറുക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞു, അതിൻ്റെ കുരുവും കളഞ്ഞു. ആ അതിൻ്റെ കുരുവൊന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഉള്ളിലുള്ള ആ പൾപ്പ് മാത്രം എടുക്കുന്നത്. ആ തൊലിയൊക്കെ നല്ലപോലെ ചെത്തിക്കളഞ്ഞു. കുരും തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. ഇതാ എല്ലാം ഇതുമാതിരി നുറുക്കിയെടുത്തു കേട്ടോ. അതിനുശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ. ഇതാ എവരിഡേയുടെ മിൽക്ക് പൗഡറാണ് കേട്ടോ. 4 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ, ഒരു 4 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക്. ഇതാ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇതാ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്ത് വന്നു കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല. അപ്പോൾ തണ്ണിമത്തനിൽ തന്നെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അത് ഞാനൊരു ഐസ് ബോക്സിൻ്റെ ട്രേയിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ തന്നെ ഐസ് ബോക്സിൻ്റെ ട്രേയിലേക്ക് ഞാനത് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം ഞാനത് ഐസ് ബോക്സിലേക്ക് ആക്കി വെച്ചു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണ് കേട്ടോ, സിമ്പിളായിട്ട്. ഞാനത് അങ്ങനെ തന്നെ ഐസ് ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ. ഐസ് ബോക്സിലേക്ക് വെച്ചു. അതിനുശേഷം അത് ഫ്രീസറിലേക്ക് വെച്ചു. ഇത് തലേ ദിവസം ഇപ്പോൾ രാത്രിയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെക്കുന്നത്. ഒരു 5-8 മണിക്കൂർ, ഒരു 10 മണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം. രാത്രിയാണ് വെച്ചത്. രാവിലെയാണ് പിന്നെ അതെടുത്ത് പുറത്ത് വെച്ചത്. രാവിലെ നോയപ്പോൾ ഞാൻ അതെടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. രാവിലെ അത് പുറത്ത് വെച്ചു. നല്ല പോലെ കട്ടയായി കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ വീട്ടിലുണ്ടാക്കിയ ഒരു ഐസ്ക്രീം. കുറച്ച് നേരം പുറത്ത് വെച്ചു കേട്ടോ. ഭയങ്കര കട്ടയായ കാരണം ഇങ്ങനെ എടുക്കാൻ കിട്ടണില്ല. അപ്പോൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഞാനത് പുറത്തെടുത്ത് വെച്ചു. അതിനുശേഷം ഒരു കുഴലെടുത്തിട്ട് ഞാനതങ്ങനെ മുറിച്ച് മുറിച്ച് ഒരു പാത്രത്തിലേക്ക് പകർത്തി കേട്ടോ. ഇതാ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു കുഴലെടുത്തിട്ട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരേ ബോളിലേക്ക് ഞാനത് പകർത്തി വെച്ചു. ഈ ചൂടത്ത് കഴിക്കാനായിട്ട് നമുക്ക് പറ്റിയൊരു ഐസ്ക്രീമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പോലെ ശരീരം ഒന്ന് തണുക്കാൻ നല്ലൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഒരു ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാം. കെമിക്കലൊന്നും ചേർക്കാത്ത വീട്ടിലുണ്ടാക്കിയ നല്ല ഐസ്ക്രീമാണ്. ശരീരം തണുക്കാനും നല്ല ഉണർവ് ഉന്മേഷമൊക്കെ കിട്ടാനും പറ്റിയ ഒരു ഐസ്ക്രീം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.